ഗസയിലെ വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കി ഇസ്രായേലിന്റെ ആക്രമണ നീക്കം. ഗസയിൽ വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്താൻ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സൈന്യത്തോട് നിർദ്ദേശിച്ചു. US നേതൃത്വവും ഇസ്രായേൽ നേതാക്കളുമായി തിരക്കിട്ട ചർച്ച നടക്കുകയാണ്. ഹമാസ് കൈമാറിയ ബന്ദിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ മുൻപ് തന്നെ വീണ്ടെടുത്ത് അടക്കം ചെയ്തെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഇത് വെടിനിർത്തൽ ലംഘനമാണെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ വീണ്ടും കനത്ത ആക്രമണത്തിന് ഒരുങ്ങുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഇന്ന് 3 പേരെ കൂടി ഇസ്രായേൽ കൊലപ്പെടുത്തി. മധ്യ ഗസയിലും തെക്കൻ ഗസയിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ സേന ബോംബിട്ടിരുന്നു. വിശദാംശങ്ങൾ നൽകാനായി MCA നാസറും BK സുഹൈലും ചേരുന്നുണ്ട്. ആദ്യം MCA നാസറിലേക്കാണ് പോകുന്നത്. നാസർ, തുടക്കം മുതൽ തന്നെ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഗസയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു തൊടുന്യായം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണത്തിന് ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. ഗസ വീണ്ടും അശാന്തതയിലേക്ക് നീങ്ങുകയാണോ? എന്താണ് ഇസ്രായേൽ പറയുന്നത്? ഹമാസിന്റെ വിശദീകരണം എന്താണ്? അല്പം മുമ്പാണ് ഇസ്രായേലിന്റെ സുരക്ഷാ സമിതി മേധാവികളുടെ യോഗം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വിളിച്ചു ചേർത്തതും തുടർന്നാണ് അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഗസക്ക് മേൽ പുനരാരംഭിക്കാനുള്ള നിർദ്ദേശം സൈന്യത്തിന് നൽകിയതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. പക്ഷേ ഏത് സമയത്തായിരിക്കും ഈ ആക്രമണം പുനരാരംഭിക്കുക എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം സൈനിക ഭാഗത്തു നിന്നോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഇനിയും ഉണ്ടായിട്ടില്ല. തിരക്കിട്ട ചർച്ചകൾ അമേരിക്കയുമായി തുടരുകയാണ്. പ്രധാനമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് ഈ മാസം 10-ന് പ്രാബല്യത്തിൽ വരുത്തിയ ഒരു കരാറാണ്. അതുകൊണ്ട് തന്നെ ഈ കരാർ നിലനിൽക്കണം എന്നത് അമേരിക്കയുടെ താല്പര്യമാണ്. അമേരിക്ക അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഗസക്ക് നേരെയുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് ലോകത്തോട് തന്നെ വളരെ കൃത്യമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയതാണ്. ഈ 20-ദിന പദ്ധതി വിജയിക്കണമെങ്കിൽ ഈ ആക്രമണം പുനരാരംഭിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കേണ്ട ബാധ്യത പ്രധാനമായിട്ടും ട്രംപിന് തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടും സൈനിക നടപടികൾ ആ അർത്ഥത്തിൽ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഗസയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ ചർച്ച അമേരിക്കൻ നേതൃത്വവും ഇസ്രായേലുമായി നടക്കുന്ന ചർച്ചയുടെ ഒരു പരിണിതി എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും ഇത് ഒരു ആക്രമണം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കരാറിന് തുടക്കം മുതൽ തന്നെ ഉടക്കുവെക്കാനും നിർണായക ഘട്ടങ്ങളിലൊക്കെയും നേരത്തെയും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഘട്ടത്തിൽ അതിനെ അട്ടിമറിക്കാനും കൂട്ടുനിന്ന ഒരു വ്യക്തി കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു. അതുകൊണ്ട് തന്നെ തീവ്ര വലതുപക്ഷ വിഭാഗത്തിന്റെ വലിയ സമ്മർദ്ദവും നെതന്യാഹു നേരിടുന്നുണ്ട്. പക്ഷേ അമേരിക്ക അതിശക്തമായിട്ടുള്ളൊരു നിലപാട് കൈക്കൊള്ളുകയും തുർക്കിയും ഈജിപ്തും ഖത്തറും ചേർന്ന് ഹമാസ് നേതൃത്വവുമായിട്ട് നടത്തിയ അനുരഞ്ജന ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഒടുവിൽ ഏറ്റവും ശക്തമായിട്ടുള്ള 20-ദിന പദ്ധതിയോട് ആഭിമുഖ്യം പുലർത്താൻ ഹമാസ് നേതൃത്വം തയ്യാറായത്. അതാണ് ഒക്ടോബർ 10-ന് നിലവിൽ വന്ന ഈ വെടിനിർത്തൽ കരാർ. അതിന് ഈ 125 തവണയാണ് ഈ 18 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ ലംഘിച്ചത്. എന്നിട്ട് പോലും അമേരിക്ക ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഇപ്പോൾ നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ വളരെ ഒരു തൊടുന്യായം പറഞ്ഞുകൊണ്ട് ഈ കരാറിനെ ലംഘിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതിനെ അമേരിക്ക പിന്തുണയ്ക്കുമോ? വീണ്ടും ഈ ഗസക്ക് മേലുള്ള അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണവുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പ്രതിരോധിക്കാൻ അമേരിക്കൻ നേതൃത്വം പ്രസിഡന്റ് ട്രംപിന് സാധിക്കുമോ എന്ന സുപ്രധാനമായിട്ടുള്ള ചോദ്യമാണ് ഈ രാത്രിയിൽ ഉയരുന്നത്. ഈ 125 തവണ നടത്തിയ ആക്രമണത്തിലൂടെ 100ഓളം പലസ്തീനികളാണ് ഈ വെടിനിർത്തൽ കാലയളവിൽ പോലും കൊല്ലപ്പെട്ടിരിക്കുന്നത്. അല്ലാത്ത ഉള്ള മരണം ഏതാണ്ട് 68,000-ന് മുകളിലേക്ക് എത്തിയ ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള ചിത്രങ്ങൾ പിന്നിട്ട 2 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലും ഗസ അതിർത്തിയിലേക്ക് ഈ ട്രക്കുകളും മറ്റും കയറ്റിവിടാനോ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞതിന്റെ പ്രയോഗവൽക്കരണം, റഫ അതിർത്തി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഈ ബന്ദിയുടെ ഇന്നലെ രാത്രി ഹമാസ് കൈമാറിയിരിക്കുന്ന മൃതദേഹം 2 വർഷം മുമ്പ് തങ്ങൾ കണ്ടെത്തുകയും തങ്ങൾ സംസ്കരിക്കുകയും ചെയ്ത മൃതദേഹമാണ്. ഇപ്പോൾ അങ്ങനെ വ്യാജമായിട്ടുള്ള ഒരു മൃതദേഹം കൈമാറിക്കൊണ്ട് ഇസ്രായേലിനെ കബളിപ്പിക്കുക എന്ന തന്ത്രമാണ് ഹമാസ് നടത്തിയിരിക്കുന്നത്. അതാണ് പ്രകോപനപരമായിട്ടുള്ള നടപടിയെന്ന് വ്യക്തമാക്കുന്നത്. ഈ മൃതദേഹങ്ങൾ കണ്ടെത്താൻ അതിശക്തമായിട്ടുള്ള നടപടികളാണ് ഈജിപ്തും റെഡ് ക്രോസുമായിട്ട് ചേർന്നുകൊണ്ട് ഇപ്പോൾ ഹമാസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാൻ യൂനിസിലും ഗസ സിറ്റിയിലും എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇസ്രായേൽ പറയുന്നത് ഈ കൈമാറിയ ബന്ദി 2 വർഷം മുമ്പ് ഞങ്ങൾ കണ്ടെത്തിയതാണ് അവരുടെ മൃതദേഹം എന്നാണ് പറഞ്ഞത്. ഇതിൽ എന്താണ് ഹമാസിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് ഇതുവരെ?
ജീന, ഹമാസ് ഇത് പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ്. തങ്ങളുടെ കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ 28 മൃതദേഹങ്ങളിൽ ഏതാണ്ട് പകുതിയോളം മൃതദേഹങ്ങൾ ഇതിനകം കൈമാറിയിരിക്കുന്നത്. ആ സമയങ്ങളിലൊന്നും ഇത്തരമൊരു ആവലാതിയോ പിന്നെ പരാതിയോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പൊടുന്നനെ ഇത്തരമൊരു വാദം ഉന്നയിക്കുന്നത് കൃത്യമായിട്ടുള്ള ചില സൈനിക ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ്. കാരണം ഈ കരാർ പൂർണ്ണമായിട്ടും അട്ടിമറിക്കുക, അങ്ങനെ ഗസയ്ക്ക് മേൽ തങ്ങളുടെ അധീശത്വം കൂടുതൽ ശക്തമായിട്ട് അരക്കിട്ടുറപ്പിക്കുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിനെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഹമാസ് ഇന്നിപ്പോൾ രാത്രി ഇന്ത്യൻ സമയം 10:30 അടുത്ത മൃതദേഹം കൈമാറിയിരുന്നത്. അത് ഹമാസ് നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി മൃതദേഹങ്ങൾ കൈമാറുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ ആക്രമണം പുനരാരംഭിക്കാനുള്ള ആ പദ്ധതിയിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോയെങ്കിൽ മാത്രമേ അവശേഷിച്ച ഈ 13 മൃതദേഹങ്ങളും കൈമാറൂ എന്ന കുറെ കൂടി കൃത്യമായിട്ടുള്ള നിലപാടിലേക്ക് ഇപ്പോൾ ഹമാസും എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട 2 വർഷങ്ങളായി തുടരുന്ന അതികഠിനമായിട്ടുള്ള നരകതുല്യമായിട്ടുള്ളൊരു ജീവിതത്തിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവ് ആ ജനത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ പോലും ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനോ അവിടേക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകാനോ സഹായ വിതരണം പുനരാരംഭിക്കാനോ താൽക്കാലികമായിട്ടുള്ള വസതികൾ പണിഞ്ഞുകൊണ്ട് അവർക്ക് അന്തി ഉറങ്ങാനുള്ള ഒരു സുരക്ഷിത കേന്ദ്രം പണിയാനോ ഉള്ള ഒരു നീക്കം പോലും ഇസ്രായേൽ ഇനിയും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കടുത്ത പരീക്ഷണ ദിനങ്ങളെ തന്നെയാണ് ഈ പലസ്തീൻ സമൂഹം ഇനിയും നേരിടാൻ ഉറച്ചിരിക്കുന്നത്.